എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്ന് വെച്ചാൽ എൻ്റെ അമ്മ, ഒരുപാട് റിസൾട്ട് ഉണ്ട്. എൻ്റെ അമ്മ 3 മാസം, ഏകദേശം 3 മാസം ആവാനായി. എനിക്ക് ശരിക്കും അമ്മയെ ഇപ്പൊ തിരിച്ചു കിട്ടി. അമ്മയ്ക്ക് ഹെർപ്പിസ്, അത് നമ്മൾ പറയുന്ന, ഇപ്പൊ മലയാളത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് പിന്നെ ഞരമ്പ് പൊട്ടി. ഞരമ്പ് പൊട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഞരമ്പ്, ഉള്ളിലുള്ള ഞരമ്പ് പൊട്ടുന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് പൊട്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് നിറയെ വരുവാണെങ്കിൽ അത്രയും വേദന ഉണ്ടാവില്ല. ഇപ്പൊ ഓരോ ഭാഗത്ത് അത് വരുന്നത്. അമ്മയ്ക്ക് വന്നത് വലത് ഭാഗത്ത് കൈവെള്ളയിലും കൈത്തണ്ടയിലും, പിന്നെ തലേന്റെ വലത് ഭാഗത്ത്, പുറത്ത് വലത് ഭാഗത്ത്, അങ്ങനെ കുറച്ച് കൈകളിലായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഭയങ്കരമായിട്ടുള്ള വേദന. ആദ്യം ചൊറിച്ചിലാ വന്നത്, കൈയിന്റെ അടി ചൊറിഞ്ഞ്. അപ്പൊ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞ് പിന്നെ ഇത് ഹോമിയോ ഡോക്ടർ എടുത്ത്, അവിടെ ഒരു അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതൊരു ഹെർപ്പിസ് എന്ന ഞരമ്പ് പൊട്ടി എന്ന് പറഞ്ഞൊരു രോഗമാണ്. ഇത് ഒരുപാട് കാലം ചികിത്സ ചെയ്താലേ മാറും. ഹോമിയോയിൽ നല്ല ചികിത്സയുണ്ട്, സൈഡ് എഫക്റ്റ് ഒന്നും വരാത്ത ചികിത്സയുണ്ട്, ഇത് ചെയ്തോന്ന് പറഞ്ഞു. ഇപ്പൊ 2 ദിവസം ഹോമിയോ മരുന്ന് കഴിച്ചു. അപ്പൊ ഒരു വേദനക്കും മാറ്റം ഉണ്ടായിട്ടില്ല. ഭയങ്കര വേദന, അമ്മ ഭയങ്കര കരച്ചില്. അങ്ങനെ 24 മണിക്കൂറും അമ്മ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ എന്റെ അമ്മ. ഇപ്പൊ അധികം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. എനിക്ക് എപ്പോഴും അസുഖമാണ്. അപ്പൊ എന്റെ കൂടെ എപ്പം വിളിച്ചാലും തലവേദന എന്ന് പറയുമ്പോൾ ഓടി വരുന്ന എന്റെ അമ്മയാ. അപ്പൊ അമ്മയ്ക്ക് അസുഖം വന്ന് കിടപ്പിലായപ്പോ ഭയങ്കര വിഷമായി പോയി. അപ്പൊ എന്നെ അറിയിച്ചില്ല, ആദ്യമൊന്നും എന്നെ അറിയിച്ചില്ല. പിന്നെ ഡോക്ടറെ കാണിച്ചു, അലോപ്പതി ഡോക്ടറെ കാണിച്ച് ഇഞ്ചക്ഷൻ ചെയ്തപ്പോ കുറച്ച് സമാധാനമുണ്ട്. പിന്നെയും അതിന്റെ ഒരു ഇത് മാറിയപ്പോ, എഫക്റ്റ് തീർന്നപ്പോ പിന്നെയും വേദന വന്നു. അപ്പം പിന്നെയും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പം പറഞ്ഞു ഇത് മാറൂല. ചിലർക്ക് 2-3 ആഴ്ച ഉണ്ടാകും, ചിലർക്ക് 1 മാസം, ചിലർക്ക് 6 മാസം, ചിലർക്ക് 3 കൊല്ലം വരെ ശരീരത്തിൽ ഇങ്ങനെ വേദന ഉണ്ടാവുന്ന പറഞ്ഞു. ഞങ്ങളൊക്കെ പേടിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് 3-4 തരം ഉണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും കൂടിയ വേദനയുള്ള ഒരു അസുഖമാണ് അമ്മയ്ക്ക് പിടിപെട്ടത്. എന്താ പറയാ, ഞങ്ങളൊക്കെ എന്താ പറയാ, അന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അന്ന് മുതൽ മനസ്സറിഞ്ഞ് എന്താ പറയാ നന്നായിട്ട് പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ വേദന അകറ്റിത്തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങള് ലാസ്റ്റ് മുടക്കല്ലൂർ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ അഡ്മിറ്റ് ആക്കാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അഡ്മിറ്റ് ആക്കിയാലും ഇഞ്ചക്ഷൻ മാത്രമേ ഇതിന് പ്രതിവിധിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ അന്നേരം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള, നമ്മുടെ സൂപ്പർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള, നമ്മുടെ എന്താ പറയാ 95 എന്ന പ്രൊഡക്റ്റും കൊണ്ടാ പോയത്. അപ്പോ ആങ്ങളെയും അനിയത്തി, എനിക്കൊരു ആങ്ങളയുണ്ട്, ഒരു അനിയത്തിയുണ്ട്, അവരൊന്നും സമ്മതിച്ചിട്ടില്ല ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് വേറെ എന്തെങ്കിലും ആയിട്ട് മാറുമോ, എന്തെങ്കിലും അസുഖം, വേറെ BP ഒക്കെ ഉള്ള ആളാണ്, അസുഖമായി മാറുമോ എന്ന് അവർക്കൊരു സംശയം. പക്ഷെ അവരെ വാക്കുകളൊന്നും വകവെക്കാതെ, നമ്മുടെ അമ്മയ്ക്കോ നമ്മുടെ മക്കൾക്കോ നമ്മൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യൂലല്ലോ. അപ്പൊ നമുക്ക് ജന്മം തരുന്ന അമ്മയെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യല്ലോ. അമ്മയെ സ്നേഹിക്കുന്ന മക്കള്, ദൈവത്തിന് തുല്യം സ്നേഹിക്കുന്ന മക്കൾ എന്തായാലും ചെയ്യും. അപ്പൊ അമ്മയ്ക്ക് ഞാൻ കൊടുത്തു, 95 എന്ന പ്രൊഡക്റ്റ് കൊടുത്തു. അവര് ഭയങ്കര എതിർപ്പായിരുന്നു എന്നോട്. അത് ഞാൻ കൊടുത്തു. അമ്മയോട് ഞാൻ പറഞ്ഞു കഴിച്ചമ്മേ, അമ്മ ദൈവത്തിനെ വിചാരിച്ച് കഴിച്ചു, അമ്മയുടെ മോളല്ലേ തരുന്നത്, അമ്മ കഴിച്ചോ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് നല്ല വിശ്വാസമായിരുന്നു. അമ്മ അതിനു മുമ്പേ കവചപ്രാശൻ, പിന്നെ ഇത് ചാമ്പി തൈലം, മേല് വേദനയൊക്കെ ആയപ്പോ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം വിടൽ, ഇറിറ്റേഷൻ, നല്ല ചുമ വന്നിട്ട് തൊണ്ടയിൽ നിന്നൊരു ചൊറിച്ചിലുണ്ടാവൂലേ, ഇറിറ്റേഷനോട് കൂടി ആ ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ കവചപ്രാശം കഴിച്ചപ്പോ അമ്മയ്ക്ക് നന്നായിട്ട് മാറി. ഇപ്പൊ എല്ലാ പ്രൊഡക്റ്റും അമ്മ ഉപയോഗിക്കണമെന്ന് എന്നോട് പറയാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മയ്ക്ക് അസുഖം വന്നു വിട്ടത്. ഇപ്പൊ 95 ഞാൻ കൊടുത്തു. ഫസ്റ്റ് തന്നെ ഉറങ്ങി എഴുന്നേറ്റപാട് തന്നെ അമ്മയ്ക്ക് കൊടുത്തു ഞാൻ. ഇപ്പോ 3-4 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 3-4 ദിവസം ഞാൻ തന്നെയാണ് കൊടുത്തത്. അമ്മയ്ക്ക് അന്നേരം തന്നെ മുഖത്തൊരു പ്രസാദം വന്നു തുടങ്ങി, ചിരിയൊക്കെ വന്ന്. പിന്നെ വേദന മാറിയിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ബ്ലഡ് പ്യൂരിഫയർ, പിന്നെ നമ്മുടെ ഇത് നോവേദന ക്യാപ്സ്യൂൾ അന്നേരം ഞാൻ കൊടുത്തിട്ടില്ല. ബ്ലഡ് പ്യൂരിഫയർ കൊടുത്തു. പിന്നെ നെർവ് എനർജി അന്നേരം കൊടുത്തിട്ടില്ല. പിന്നെ 5 സ്ട്രെസ് ഞാൻ അന്ന് തന്നെ 5 സ്ട്രെസ് കൊടുത്തു. എന്ന് വെച്ചാൽ നമുക്ക് വേദന വരുമ്പോൾ നമുക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാവും. വല്ലാത്തൊരു എന്താ പറയാ, ഭയങ്കര മാനസിക പിരിമുറുക്കമായിരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത്രയും വേദനയൊക്കെ വരും, മരണത്തിലേക്ക് വരെ നമ്മൾ പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും. അതുവരെ അമ്മയ്ക്കുണ്ടായി. അമ്മ ഷോക്കേഴ്സിൽ വെച്ച നമ്മുടെ അലോപ്പതി ഗുളികയൊക്കെ കഴിക്കാൻ നോക്കിയതാ. BP ഉള്ളത് കൊണ്ട് ഗുളികയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു ഞാൻ എന്തായാലും ഈ ഗുളിക കഴിച്ച് മരിക്കുമെന്ന് വരെ പറഞ്ഞതാ. ഗുളികയൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചു. അമ്മയ്ക്ക് ഇത് കൊടുത്തു. 1 മാസം കഴിക്കുമ്പോഴത്തേനും അമ്മയ്ക്ക് എന്താ പറയാ, നല്ല റിസൾട്ട് വന്നു എന്ന് തന്നെ പറയാം എൻ്റെ അമ്മയ്ക്ക്. അപ്പോ ഞാന് ആദ്യം എന്താ പറയാ, ദൈവത്തിനെ നമിച്ചതാണ്. അമ്മയ്ക്ക് ഇത്രയും റിസൾട്ട് വന്നത് കൊണ്ട് അമ്മ ഇപ്പോ സുഖമായിട്ടിരിക്കുന്നു. ഒരു
വേദനയില്ല അമ്മയ്ക്ക്. അങ്ങനെ ഞാൻ നെർവ് എനർജി കൊടുത്തു, നോവേദന ക്യാപ്സ്യൂളും കൂടെ ആഡ് ചെയ്ത് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ഇന്ന് ഞാൻ വിളിച്ചിട്ടില്ല, ഇന്നലെയും കൂടി ഞാൻ അമ്മേനെ വിളിച്ചു. അമ്മ പറഞ്ഞു, മോളെ നീ നിന്റെ പൈസ എടുത്തല്ലേ വാങ്ങിയത്, ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ എന്താ പറയലേ, അമ്മ 10 മാസം നമ്മളെ ചുമന്ന് വയറ്റിൽ ചുമന്ന് ആ ഗർഭപാത്രത്തിൽ അനുഭവിക്കുന്ന ആ വേദന 10 മാസം സ്ത്രീകളായ ഞങ്ങൾക്കൊക്കെ അറിയുന്ന എന്തെല്ലാം വേദനകൾ അനുഭവിക്കുന്നതാണ്. അപ്പൊ 10 മാസം നമ്മൾ എല്ലാ യാതനകളും ചുമന്ന് നമ്മളെ പുറത്തേക്ക് എത്തിച്ച്, സുഖമായി പുറത്തേക്ക് എത്തിച്ച്, നമ്മളെ ഈ ഒരു നിലയിൽ എത്തിച്ച ആ അമ്മയെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ശുശ്രൂഷിക്കേണ്ടത് എന്നതല്ലേ നമുക്ക്. അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ചെയ്തതിന്റെ പകുതി പോലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ട്, ഇതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ആരാ അമ്മ, ഞാൻ മോളാണോ എന്ന് ചോദിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. അമ്മയുടെ അസുഖം മാറട്ടെ, അമ്മ എൻ്റെ അടുത്ത് വരേണ്ടതല്ലേ. അങ്ങനെ അമ്മയ്ക്ക് എന്താ പറയാ, നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോഴും അമ്മ വിളിക്കുമ്പോ ചിരിച്ചോണ്ടല്ല സംസാരിക്കുക. എന്തായാലും മോളെ നീ നല്ല നിലയിലെത്തും, ഒരുപാട് അനുഭവിച്ചില്ലേ, നീ നല്ല നിലയിലെത്തും. അതുകൊണ്ട് അമ്മയുടെ പ്രാർത്ഥന എനിക്കുണ്ട്. എല്ലാവർക്കും ഇതിൽ എന്താ പറയാ, ജോലി ചെയ്യുന്ന, ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ അമ്മേന്റെ പ്രാർത്ഥന ഉണ്ട്. അപ്പൊ അമ്മ എല്ലാവരും എപ്പോഴും പറയും, നിന്റെ കൂടെ നിന്നെ ഇതാരാണോ നിനക്ക് തന്നത് അവരെല്ലാവരും നല്ല നിലയിലെത്തും, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനത്തെ ഒരു മനസ്സുള്ള അമ്മയാണ് എൻ്റെ അമ്മ. ആ അമ്മയെ ഞാൻ രക്ഷിച്ചു. ഓക്കെ, സോറി, ഞാൻ കുറച്ചൊരു ഇമോഷണലായി. എന്താ വെച്ചാൽ എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ടാണ് എനിക്ക് ഹൃദയം പൊട്ടും അമ്മയെ തിരിച്ചു കിട്ടിയോണ്ട്. അത്രയ്ക്ക് എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച എൻ്റെ അമ്മയാ. എൻ്റെ അച്ഛൻ അസുഖമായി കിടക്കുമ്പോൾ അമ്മ, എനിക്ക് അസുഖം എന്ന് പറഞ്ഞാൽ ഓടി വരും അമ്മ, എൻ്റെ മോക്ക് എന്താ പറ്റിയെന്ന്. എന്നെ അത്രയ്ക്കും പണം വാരി എറിഞ്ഞിട്ട് എന്നെ കിട്ടിയത്. അത്രയും എന്നെ താലോലിച്ച് വളർത്തിയ മോളാണ് ഞാൻ. എൻ്റെ കുടുംബങ്ങളൊക്കെ എന്നെ താലോലിച്ച് വളർത്തി. എന്നെ ആ ഒരു അസുഖത്തിൽ നിന്ന്, ഹാർട്ടിന് ഓപ്പറേഷൻ വേണം, ആ ഓപ്പറേഷൻ സക്സസ് ആയാലും ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ എന്തോ ദൈവത്തിന്റെ പുത്രിയാന്ന് തന്നെ എല്ലാരും പറയുന്നത് ഞാൻ. അപ്പോ ഓപ്പറേഷൻ കൂടാണ്ട് തന്നെ ഞാൻ ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ഒരേ ഒരു ശുശ്രൂഷയും പിന്നെ ലാളനയും പരിഗണനയും ഒക്കെ കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത്. അപ്പോ എല്ലാരും എന്താ പറയാ, എനിക്ക് ഇനിയും പറയാനുള്ള റിസൾട്ട്. അപ്പോ പുതുതായിട്ട് വന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഉപയോഗിക്കുക, പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, റിസൾട്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. അപ്പൊ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, നമ്മുടെ ഈ ഒരു കമ്പനി, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ദൈവത്തിന്റെ ഒപ്പുവെച്ച പ്രൊഡക്റ്റ് നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് മറ്റുള്ളവർക്ക്, ഒരുപാട് പേരെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രോഗമില്ലാത്ത അവസ്ഥ. ആരോഗ്യമുള്ളവർക്ക് നമ്മൾ പറയും, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഞാൻ പറയും, പക്ഷെ എനിക്ക് ആരോഗ്യം ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് ഒരു രോഗം ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആരോഗ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ട, വീണ്ടും നല്ലൊരു ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഒപ്പുവെച്ച പ്രൊഡക്റ്റ് നമ്മൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുക. എല്ലാവരും ഓക്കെ, താങ്ക് യു. ഇങ്ങനത്തെ ഒരു അവസരം എനിക്ക് കിട്ടിയത് കൊണ്ട് പ്രവീൺ സർ, നൗഫൽ സർ, എല്ലാ ലീഡേഴ്സിനും ഈ ഒരു അവസരത്തിലേക്ക്, ഈ ഒരു റിസൾട്ട് പറയാനും എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനും തന്ന ഈ ഒരു സമയം ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. പ്രവീൺ സാർ, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാ ലീഡേഴ്സിനും ഒരുപാട് നന്ദി. എല്ലാ ലീഡേഴ്സും, പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും നല്ല ഉയരത്തിലെത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു മൈ ലൈഫ്, ജയ് മൈ ലൈഫ്.